5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പാവപ്പെട്ട തൊഴിലാളി ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോട്ടിൽ വീണിട്ട്. ഇതുവരെയായിട്ടും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ടെന്ന് മേയർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ് എന്നൊന്നും തന്നെ അറിയാൻ സാധിച്ചിട്ടില്ല. നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ മാലിന്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ഈ തോട്ടിലുണ്ടായിരുന്നത്. അത്രയും മാലിന്യങ്ങൾ ഇതുവരെ നീക്കാൻ സാധിച്ചിട്ടില്ല. ആ മാലിന്യങ്ങൾ നീക്കിയാൽ മാത്രമേ ആഴത്തിലേക്ക് പോയി അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഇത്രയേറെ മാലിന്യങ്ങൾ നീക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം പോലും നടത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കളക്ടറോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളെന്ന്. ഇപ്പം സ്കൂബ ടീം ഹാസ് ഗോൺ ഇൻസൈഡ്. ഇത് മൂന്നാമത്തെ തവണ ഇപ്പം പോയിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു 15 മീറ്റേഴ്സ് ഉള്ളിലേക്ക് വരെ നോക്കിയിട്ടുണ്ട്. സോ 15 hours പോയിട്ടുണ്ട്. വേസ്റ്റ് എല്ലാം മാറ്റിയിട്ട് ദേ ആർ ടേക്കിംഗ് ആർ ലെവൽ ബെസ്റ്റ് ടു ടേക്ക് നെസറി ആക്ഷൻ. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. ദ ടണൽ ഈസ് വെരി സ്മോൾ ആണ് ആൻഡ് ബ്ലോക്ക്ഡ് വിത്ത് ലോട്ട് ഓഫ് വേസ്റ്റുമാണ്. ആൻഡ് പ്ലസ് ഇറ്റ്സ് റെയിനിങ് എ ലോട്ട് ആൻഡ് വാട്ടർ ലെവൽസ് ആർ ഓൾസോ വെരി ഹൈ. സോ ഇറ്റ്സ് വെരി കോംപ്ലെക്സ് റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് വിച്ച് വി ആർ ട്രൈങ് ടു ഡു ആ ലെവൽ ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ കളക്ടറാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ ചെറിയൊരു ടണലാണ്. അവിടെ കയറി പരിശോധിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയേറെ മാലിന്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ടണലിലേക്ക് ഉള്ള പരിശോധനകൾ നടത്താനൊക്കെ വളരെ പ്രയാസമാണ്, വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിൽ പരിശീലനം നേടിയവരാണെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെങ്കിലും അവരെല്ലാം തന്നെ പരിശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. നമ്മുടെ ഒഴുക്കിൽപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും തിരുവനന്തപുരം നഗരസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് തമ്പാനൂരിലെ വെള്ളപ്പൊക്ക കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കിടന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. മാത്രമല്ല നേരത്തെ മേയർ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാകട്ടെ സ്ക്യൂബ ഡൈവിങ്ങിൽ പരിശീലനം നേടിയവരായിക്കോട്ടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുങ്ങി താണുപോയ ആ വ്യക്തിയെ കണ്ടെത്താനായി. എന്നാൽ ഇവരുടെ ഒന്നും പരിശ്രമങ്ങൾ യാതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വസ്തുത. നോക്കുകയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ മാലിന്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു പകുതി പോലും നീക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ അല്ലെങ്കിൽ വളരെ മോശമായ ഒരു അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയേറെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു തോടാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ളതെന്ന് പറയുന്നത് ഏറെ വിഷമകരമായ ഒരു വസ്തുതയാണ്. 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ഒരു തൊഴിലാളിയെ കാണാതായിട്ട്. ഇപ്പോഴും നമുക്ക് അദ്ദേഹം ആരോഗ്യത്തോടെ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഇത് വളരെ വലിയ അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഒരു 2-3 ആൾ പൊക്കത്തിലാണ് തിരുവനന്തപുരത്തെ ഓടകളിലൊക്കെ തന്നെ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത്. ചതുപ്പ് നമ്മളൊന്ന് കൈകൊണ്ട് അമർത്തിയാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഓടയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാ ഓടകളിലും ടൺ കണക്കിന് മാലിന്യം കൂമ്പാരമായി കിടക്കുകയാണ്. വർഷങ്ങളായി ഇതൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 100 കണക്കിന് സാധാരണ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ഇതിൻ്റെ സമീപത്തൂടെ പോകുന്നത്. ആരെങ്കിലും ഒന്ന് കാൽവഴുതി വീണ് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് ആണ് പോകുന്നത് കാര്യങ്ങൾ. ഇനിയിപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ ഇതിൽ വേറൊരു ആശങ്ക ഇപ്പോൾ പടരുന്നത് തിരുവനന്തപുരത്തൊക്കെ തന്നെ പലതരത്തിലുള്ള പനി പടർന്നു പിടിക്കുകയാണ്. കോളറ, ചെള്ളുപനി, ഡെങ്കിപ്പനി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും
ഉള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇതിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഹോസ്പിറ്റലിൽ നിന്നിപ്പോൾ അവയവങ്ങൾ, മുറിച്ചു മാറ്റപ്പെട്ട അവയവങ്ങൾ ഉൾപ്പെടെ ഇതിലൂടെ ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ കിടക്കകൾ, രോഗികളൊക്കെ കിടന്നതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞ കിടക്കകളെടുത്ത് കാനകളിലേക്ക് വലിച്ചെറിയുന്നത് ഇവിടെ വന്ന് ഡംപ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഓടകൾ വലിച്ചെറിയുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതിനെ ക്ലീൻ ചെയ്യുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇതൊക്കെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും കോർപ്പറേഷൻ്റെ ഭരണത്തിൻ്റെ പരാജയത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ഒരു മനുഷ്യജീവൻ ഇങ്ങനെ എവിടെയാണ്, നമുക്കൊക്കെ വേണ്ടി കാന ശുചീകരിക്കാൻ ഇറങ്ങി എവിടെ പോയി എന്ന് കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേന പോലും ഉണർത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. കോർപ്പറേഷൻ ഭരണകൂടം അങ്ങേയറ്റം പരാജയം എന്നതിൻ്റെ ഏറ്റവും ദുരന്ത ഫലമാണ് തിരുവനന്തപുരം നഗരസഭ അനുഭവിക്കുന്നത്, നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. മേയർ സമ്പൂർണ്ണമായും പരാജയമാണ്, മേയറും ഭരണ സംവിധാനവും. അവർ KSRTC കണ്ടക്ടറെ ചട്ടം പഠിപ്പിക്കാൻ നടക്കുകയാണ് കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഇതിനൊരു പരിഹാരം കാണേണ്ടതില്ല. ഇപ്പം മേയർ ഇവിടെ വന്നിട്ട് ഇതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരാൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനോട് എങ്ങനെ മേയർ എന്ത് ക്രമീകരണം നൽകി? മേയർ ക്രമീകരണം ഇവിടെ വന്നിട്ട് ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്രമീകരണം ആവില്ലല്ലോ. 4 വർഷമായാലും അധികാരത്തിലേറിയിട്ട് മാലിന്യം ടൺ കണക്കിന് ഓരോ ദിവസവും 100 കണക്കിന് ടൺ വർദ്ധിക്കുമ്പോഴേക്കും ഇവർക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഇവർ ക്രമീകരണം നടത്തേണ്ടത് മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും അത് മോണിറ്റർ, അതിന് സംവിധാനം ഉണ്ടല്ലോ, കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ടല്ലോ, അതിന് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അവരെ വെച്ചിട്ട് ആ ഭാഗത്താണ് ക്രമീകരണം നടത്തേണ്ടത്. ഇവിടെ എന്ത് ക്രമീകരണം നടത്തിയെന്നാണ് പറയുന്നത്? JCB കൊണ്ടുവന്നതാ? അല്ല എന്നുണ്ടെങ്കിൽ 5 മണിക്കൂറായിട്ട് ഒരാളിനെ കണ്ടെത്താൻ കഴിയാത്തതാണ് ക്രമീകരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വിഡ്ഢിത്തങ്ങളൊന്നും പറയാതെ കൃത്യമായിട്ട് അവർക്ക് സാധിക്കുമെങ്കിൽ അവരെ ഏൽപ്പിച്ച ഭരണം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോവുക, നഗരത്തിൽ ശവമാവാതെ. നാട്ടിലെ പല സ്ഥലത്തു നിന്നുമുള്ള മാലിന്യങ്ങൾ ഏറെയും കൊണ്ട് തള്ളപ്പെടുന്നത് ഈ ഒരു തോട്ടിലേക്കാണ്. അത് വളരെ ഇത് ആരുടെ കുറ്റമാണ്? കോർപ്പറേഷൻ്റെ ആണോ, അല്ലെങ്കിൽ മേയറുടെ കുറ്റമാണോ, അല്ലെങ്കിൽ ഇത് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണിത്? ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടിയിരുന്നത്? ഇപ്പോൾ ഒരു ജീവനാണ് അപകടത്തിലായിരിക്കുന്നത്. ഈ ജീവന് ആര് സമാധാനം പറയും? ഭരിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ നാട് ഭരിക്കുന്നവരാണോ ഇതിന് സമാധാനം പറയേണ്ടിയിരിക്കുന്നത്? കാരണം 5 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്, 5 മണിക്കൂറിൽ കൂടുതൽ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നോ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം അതിലൂടെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമെന്നോ ഇതുവരെ പറയാറായിട്ടില്ല.